എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. നമ്മൾ വീക്ക്ലി ഓരോ റൗണ്ടായിട്ട് ഓരോന്നോരോന്ന് നോക്കി വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കെഡ്യൂള് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. നമുക്ക് നോക്കാം. ഷോർട്സ് ഞാൻ ഇടാറുണ്ട് സെയിം ടോപ്പിക്സിൽ, പക്ഷേ അത് നമുക്ക് ആ 3 മിനിറ്റിനകം പരമാവധി അത്രയല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു. ഇന്നലെ രാത്രി അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ട്രൈ ചെയ്യരുത് കേട്ടോ. പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ന്യൂട്രലായി നിന്ന് മാത്രം എടുക്കുക. ഒരു ഗൈഡൻസിന് വേണ്ടി മാത്രം ഇത് കാണുക. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക. പോവാം നമുക്ക് റീഡിങ്ങിലേക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരും. ഇന്നലെ രാത്രി അവരെന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത്. അത് എടുക്കാം. ഏസ് ഓഫ് കപ്സ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, ഹെർമിറ്റ്, സ്റ്റാർ, ടു ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, ഓക്കെ, ദ ഫൂൾ, ടു ഓഫ് സ്വാർഡ്സ്. മിക്സ്ഡ് തോട്ട്സ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ത്രീ ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്. പേജിൻ്റെ കാർഡ് വരുന്നത് എനിക്ക് ഹാപ്പിയാണ്, കാരണം മെസ്സേജിൻ്റെ കാർഡാണ്. ഫോർ ഓഫ് കപ്സ്, മജീഷ്യൻ, ഹാങ്ഡ് മാൻ. മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് ഇവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത്. ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒന്നുകിൽ അവർക്ക് ചെറുതായിട്ടൊരു ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് കാലിന്, മുട്ടിന്, മേലുവേദന, പനി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, തലവേദന, അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഫിസിക്കലി കുറച്ച് വീക്കായിട്ട് കാണുന്നുണ്ട് ചിലർക്ക്. ഫിനാൻസ് സംബന്ധമായിട്ട്, പൈസ സംബന്ധമായിട്ട് എന്തോ ഒരു പ്രശ്നവും അവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കടങ്ങളോ ലോൺ സംബന്ധമായ കാര്യങ്ങളോ അങ്ങനെ എന്തോ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് അവിടെ അവർക്ക് ഫേസ് ചെയ്യുന്നതായിട്ടും കാണും. പൈസയ്ക്ക് എന്തോ ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ രീതിയിൽ ചിലവ് വന്നതായിരിക്കാം, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഒരു വീഴ്ച എന്തോ പറ്റിയിട്ടുണ്ട്, കാലിനോ എന്തോ ഒരു വേദനയോ അങ്ങനെ എന്തോ. അതേപോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നതായിട്ടും ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മേജറായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സ്ട്രെസ് അല്ല, അത് പൈസയെക്കുറിച്ചുള്ള സ്ട്രെസ്സായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഹെർമിറ്റ് വെച്ചിട്ട് ഇവർ ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുന്നതായിട്ട്, ഏകാന്തത ഒന്നാമത് രാത്രി നേരം, അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് നമുക്ക് മനസ്സിൽ തോന്നുക അല്ലേ. അപ്പം നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലിങ്ങിൽ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ളൊരു ഹോപ്പ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആകെ ഒരു ഒറ്റപ്പെടലായിരുന്നു അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു സ്റ്റാർ സാന്നിധ്യമാണ്.
പ്രകാശമാണ് അവരുടെ ലൈഫിൽ, അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ ജീവിതത്തിൽ തിളങ്ങാനും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇവർ തളർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇവരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ അവർക്ക് മാനസികമായിട്ട് നിങ്ങളോട് ഭയങ്കര അടുപ്പമാണ് കേട്ടോ. നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം, അവരുടെ ലക്കി ചാമാണ് നിങ്ങളെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ എന്തോ ഒരു കൺഫ്യൂഷനിൽ അവർ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഞാൻ എല്ലാ കാർഡും ഓരോ കാർഡ് വെച്ച് ക്ലാരിഫൈ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഡീപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റും. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് എന്തോ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. എന്താണെന്നറിയോ? ചിലപ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്തോ ഒരു സിറ്റുവേഷനിൽ അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒന്ന് സംശയിച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഏത് വഴിക്ക് പോകണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ ഇല്ലേ അവിടെ, അതിനെക്കുറിച്ച് അവർ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചാരിയറ്റ് വെച്ച് എന്ത് തന്നെ ആയാലും ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണം. ഇങ്ങനെ ജഗിൾ ചെയ്തിരുന്നാൽ പറ്റില്ല, നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അവർക്ക് ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ ജഗിൾ ചെയ്ത് പോയാലൊന്നും പറ്റില്ല, നമ്മൾ തീരുമാനം എടുക്കേണ്ട സമയമായി എന്നിവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ഫൂള് വെച്ചിട്ട് എന്ത് റിസ്ക് ഫാക്ടേഴ്സൊക്കെ അവർക്കറിയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ഇവർക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അവിടെ ഇനി ചിന്തിച്ച് നിൽക്കാനൊന്നുമില്ല, മുന്നോട്ട് തന്നെ പോകാമെന്ന് ഒരു സമയം ചിന്തിക്കേണ്ട, പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ജഗ്ലിങ്ങിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ രണ്ട് സൈഡിലും 2 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് സ്വാർഡ്സും ആണ്. രണ്ട് സൈഡിലും ജഗ്ലിംഗ് ആണ്. ഇടയ്ക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരും, വീണ്ടും ഇവർ കൺഫ്യൂഷനിൽ പോവും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇവർ മനസ്സിൽ ആഗ്രഹിക്കേണ്ട തീരുമാനം എടുക്കണം എന്നൊക്കെ, പക്ഷെ ഇവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ കാണണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കേണ്ട ഒന്നുമില്ലെങ്കിൽ ഒരുമിച്ച് ഒരു കോഫി കുടിക്കുക, കുറച്ച് സമയം ഒന്ന് സംസാരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ, ഒരു ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സൈഡിൽ നിന്ന് മെസ്സേജ് വരാനും സാധ്യതയുണ്ട്. മെസ്സേജ് വരാനും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനും സംസാരിക്കാനും നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ അടുത്തില്ല എന്നുള്ളൊരു വിഷമം അവർക്ക് വല്ലാതെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മിസ്സിങ് എനർജിയാണ് അവിടെ കണ്ടത്. അതേപോലെ മജീഷ്യൻ വെച്ച് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കാത്ത ഒരവസ്ഥയാണ്. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്ന അത്രയും തീവ്രതയിൽ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. ഇവർ ആലോചിക്കുന്നത് എന്ത് തന്നെ ചെയ്തിട്ടായാലും ഏത് രീതിയിലായാലും നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഹാങ്ഡ് മാൻ വെച്ചിട്ട് ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് അവിടെ ഇടയ്ക്ക് ജഗ്ലിങ്, ഇടയ്ക്കൊരു തീരുമാനം, ഇടയ്ക്ക് ജഗ്ലിങ് തീരുമാനം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ്. ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, പക്ഷേ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രാജ്വലി അതൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, അതൊരു തീരുമാനത്തിലേക്ക് എത്തും കേട്ടോ. അവരാലോചിക്കട്ടെ, ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ അല്ലേ. നമുക്കൊരു സമയം കൊടുക്കാം. എല്ലാ കാർഡ്സും ഓരോ കാർഡ് വെച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്, അവിടെ നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് വോൺസ്, നിങ്ങളുമായിട്ട്
ഒരു പുതിയ തുടക്കം, ഒരു പുതിയ റൊമാൻറ്റിക് തുടക്കം വേണം എന്ന് തന്നെയാണ് അവർ അവിടെ ഉറച്ച് പറയുന്നത് കേട്ടോ. റൊമാൻറ്റിക്കലി ഉള്ള ഒരു റിലേഷനാണ് അവർക്ക് അവിടെ വേണ്ടത്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, അതിനെക്കുറിച്ച് തന്നെയായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്. കുറച്ച് കാർഡ്സ് കൂടെ ഞാൻ എടുക്കാം കേട്ടോ കഴിഞ്ഞിട്ട്. 10 ഓഫ് സ്വാർട്സ്, ഫൈനാൻഷ്യൽ, ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ട് കേട്ടോ, വേദനയുണ്ട്, ദേഹം അകത്ത് വേദനയുണ്ട്. ഒന്നുകിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്, കാലിന് പ്രത്യേകിച്ചും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പനി, മേലുവേദന, അങ്ങനെ ഒരു സർജറിയുടെ ആവശ്യം വന്നിരിക്കാം. അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്, വേദനയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടും കാണുന്നത് കേട്ടോ. ഇവർ എക്സോസ്റ്റഡ് ആണ്, ക്ഷീണം തോന്നുന്നുണ്ട്, അവർക്ക് വേദനയുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്, ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ഒരു പക്ഷേ നിങ്ങളെ അറിയിക്കാൻ സാധിച്ചു കാണില്ല, അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ അറിയിക്കാൻ സാധിച്ചു കാണില്ല. ക്ലാരിഫൈ ദ ഹെർമിറ്റ്, ക്ലാരിഫൈ ദ ഹെർമിറ്റ്. കാർഡ് താഴെ പോയി കേട്ടോ, ഒരു മിനിറ്റ്. അവർ അസ്വസ്ഥരാകുമ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് കാർഡ് താഴേക്ക് പോകാൻ. ഞാൻ അവരുടെ എനർജി കണക്ട് ചെയ്യല്ലേ. അപ്പോൾ ഭയങ്കര അസ്വസ്ഥത, അജിറ്റേഷനൊക്കെ വരുമ്പോഴത്തേക്ക് എന്താവും, കാർഡ് കയ്യിൽ നിന്ന് താഴെ പോകുന്ന അവസ്ഥയാവും ഷഫിൾ ചെയ്യുമ്പോൾ. ക്ലാരിഫൈ ഹെർമിറ്റ്, ക്ലാരിഫൈ ഹെർമിറ്റ്. പ്ലീസ് കാം ഡൗൺ. ക്ലാരിഫൈ ഹെർമിറ്റ്. വീൽ ഓഫ് ഫോർച്യൂൺ. അവർ ഈ സമയവും മാറി വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. അവർ ഒറ്റപ്പെട്ട് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഹോപ്പ് എന്താണ്, നിങ്ങളാണ് അവരുടെ ഹോപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ആ ഒരേ ഒരു ഹോപ്പ്, അത് നല്ലതിലേക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മാറി വരും എന്ന് തന്നെ ഇവർ എന്ത് സാഹചര്യത്തിലും ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ. സ്റ്റാർ ഒന്നും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ. ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഇമോഷണലാണ് ഇവർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ പ്രതി ഇവർ ഹൈലി ഇമോഷണലാണ്. ഒരുപാട് സ്നേഹം, മിസ്സിങ് എനർജി എല്ലാം തന്നെ ഇവർ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാണ് കാണുന്നത് കേട്ടോ. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി മൂലമുള്ള ഒരു, അതായത് ഇവരുടെ കഷ്ടപ്പാടിലേക്ക് നിങ്ങളെ കൂടി കൊണ്ടുവരണോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ കൂടുതലായും കാണുന്നത്. അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആയിട്ട് കാണുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കേട്ടോ. ഇവിടെ പെൻറ്റക്കിൾസ് ആണ്, പൈസയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം. മെയിനായിട്ട് പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവരെ കഷ്ടപ്പാടിലാണ്, ആ കഷ്ടപ്പാടിലേക്ക് നിങ്ങളെ കൂടി കൊണ്ടുവന്ന് നിങ്ങളെ കഷ്ടപ്പെടുത്തണോ എന്നുള്ളൊരു ചിന്ത മൂലം ഒരു ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്. ക്വീൻ ഓഫ് വാൻഡ്സ്. അവർക്ക് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. അവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം തന്നെ വേണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് തന്നെയാണ്, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് തുടർച്ചയായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെ പ്രതി അട്രാക്റ്റഡും ആണ്, ബഹുമാനവും ഉണ്ട്, സ്നേഹവും ഉണ്ട്, എല്ലാം കൂടിയിട്ട് ആണ് അവർക്ക് ഫീലിംഗ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ. സ്റ്റാർ ആണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നത്. റിസ്ക് ഫാക്ടേഴ്സൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വരാൻ തീരുമാനിച്ചല്ലോ. കാരണം എന്താണ്, നിങ്ങൾ അവരുടെ ലൈഫിലെ സ്റ്റാർ സാന്നിധ്യമാണ്. നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെ അവർ വിചാരിക്കുന്നു. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 2 ഓഫ് സ്വർഡ്സ്, ക്ലാരിഫൈ 2 ഓഫ് സ്വർഡ്സ്, ക്ലാരിഫൈ 2 ഓഫ് സ്വർഡ്സ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെയും ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു ജോബിൽ ഉള്ളൊരു തടസ്സം പോലെയാണ്.
അവിടെ കാണുന്നത്. പെൻറ്റക്കിൾസ് പറയുമ്പോൾ ജോബിലുള്ളൊരു ന്യൂ തുടക്കം, അവിടെ കുറച്ച് ഡിലേ വരുന്നതായിട്ടും അതുകൊണ്ട് ഇവർ കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ഈസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഈസ് ഓഫ് പെൻറ്റക്കിൾസ്. ത്രീ ഓഫ് വാൻഡ്സ്, അവിടെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇവർക്ക് പോകേണ്ട ഒരു സാഹചര്യം, ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇവർക്ക് പുതിയ ജോലി ആയിരിക്കും, പുതിയ ജോലി കിട്ടി ഇവർ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടെൻഷൻ എന്താന്ന് വെച്ചാൽ ഇവർ നിങ്ങളെ വിട്ട് ദൂരെ പോയാൽ നിങ്ങൾ മനം മാറിപ്പോകുമോ, നിങ്ങൾക്ക് വേറെ ഒരു ചിന്തയാകുമോ, അതായത് ഇവരുമായിട്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ് ആവുമല്ലോ, അപ്പം നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുമോ, നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുമോ, ഒരു ഇൻസെക്യൂരിറ്റി മെയിനായിട്ട് അത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആക്കുമോ, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു പോകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. ഇവർക്ക് ജോലിയായിട്ട് പോയേ പറ്റൂ, കാരണം അത് മിക്കവാറും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരെ ആയിരിക്കും, ഇവർക്ക് ട്രാവൽ ചെയ്ത് പോവേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അവരുടെ അസാന്നിധ്യത്തിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ വരുമോ എന്നുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ത്രീ ഓഫ് കപ്സ്. ഇനി മനസ്സ് ഇനി എങ്ങനെ തുറന്ന് കാണിക്കുക അല്ലേ. ക്ലാരിഫൈ ത്രീ ഓഫ് കപ്സ്. നിങ്ങളാണെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവിടെ ടാരോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ അവർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ക്ലാരിഫൈ ത്രീ ഓഫ് കപ്സ്. ഇനിയിപ്പോൾ എന്താ പറയുക, എന്താണ് ഹൃദയം എടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്ന പോലത്തെ കേസ് അല്ലേ. ക്ലാരിഫൈ ത്രീ ഓഫ് കപ്സ്, ക്ലാരിഫൈ ത്രീ ഓഫ് കപ്സ്. 9 ഓഫ് കപ്സ്. ഇത് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടാണ് ഇവർ ആലോചിക്കുന്നത്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവർക്ക് സാധ്യമായിട്ടുണ്ട്, നിങ്ങളെ അടുത്ത് കണ്ട് സംസാരിക്കാൻ. പക്ഷേ ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങളുടെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചു കുറച്ച് സമയം ഇവർ നിങ്ങളെ അടുത്ത് കണ്ടു, അങ്ങനെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവർക്ക് വന്നതായിട്ട് കാണുന്നു. ഇനി വരാൻ പോകുന്നതല്ല, ഇത് ഓൾറെഡി നടന്ന കാര്യമാണ്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, നിങ്ങളുടെ കണ്ട സമയത്തുള്ള കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നതായിട്ട്, സംസാരിച്ചതും കണ്ടതും ടൈം സ്പെൻഡ് ചെയ്തതും ആ കാര്യങ്ങൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിൽ തന്നെയാണ് അവരുടെ ചിന്തകൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനകം നിങ്ങൾ കണ്ടു കാണണം, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് വാൻഡ്സ് ഒരു കോണ്ടാക്റ്റ് മെസ്സേജ് ഒക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. മജീഷ്യനാണ് വന്നത്. മജീഷ്യൻ പറയുമ്പോൾ ഇവർ തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഇത് വളരെ തീവ്രമായിട്ട് ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഉടനെ തന്നെ ഒരു കോണ്ടാക്റ്റ് വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. നമ്പർ 1 ആണ് മജീഷ്യൻ. മാക്സിമം ഒരു ദിവസത്തിനകം, മജീഷ്യൻ കാർഡിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ മാക്സിമം ഒരു ദിവസത്തിനകം കോളോ മെസ്സേജോ കുറേ പേർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. മിസ്സിങ് എനർജിയാണ് ദ ഫൂൾ. അവിടെ ഈ പറഞ്ഞ പോലെ മിസ്സിങ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ കണ്ടേ തീരൂ. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളെ കാണാൻ വരും എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഹൈ മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ മജീഷ്യൻ, ക്ലാരിഫൈ മജീഷ്യൻ, ക്ലാരിഫൈ മജീഷ്യൻ. ദ സൺ, നിങ്ങളുടെ രണ്ടും തന്നെ മേജർ അർക്കാന കാർഡ്സ് ആണ്. ഈ പറഞ്ഞ പോലെ മജീഷ്യൻ്റെ എനർജി ഞാൻ ഇനി പറയണ്ടല്ലോ, കാരണം ഇവർക്ക് നിങ്ങളുടെ തോട്ട്സ് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും, രാത്രി മാത്രമൊന്നും അല്ല, ഏത് സമയവും നിങ്ങളെ പറ്റി തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരു സൂര്യനെ പോലെയാണ്. എന്ന് വെച്ചാൽ അവർ എന്തിനു ഏതിനും നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് എന്ത് ഒരു കാര്യം തീരുമാനിക്കണമെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിലും എല്ലാം ആദ്യം നിങ്ങളുടെ മുഖമാണ് ഇവരുടെ മനസ്സിലേക്ക് വരിക. നിങ്ങൾ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ശരിയായ ഒരു വഴി കാണിച്ചു കൊടുക്കും. നിങ്ങൾ അവരുടെ വഴികാട്ടിയാണ്, നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്, ലക്കാണ് എന്നൊക്കെ ഇവർ ചിന്തിക്കാറുണ്ട് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ,
അപ്പം എന്തായാലും നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെയാണ് അവിടെയും അവർ ചിന്തിക്കുന്നത്. ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ. അവരുടെ ജോലിയിലും റെസ്പോൺസിബിലിറ്റീസിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് വളരെ കുറവായിരുന്നു എന്നാണ്. അല്ലാത്ത എനർജീസാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത് അല്ലേ. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ കണ്ടത്. നല്ല കാര്യം. ഇവിടെയും റെസ്പോൺസിബിലിറ്റീസ് ആണ്, ജോബ് റെസ്പോൺസിബിലിറ്റീസ്. അവിടെ ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം, ജോബിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഉടനെ ഓടി വന്ന് നിങ്ങളെ കാണാൻ സാധിക്കില്ല. അതിനെക്കുറിച്ചൊക്കെ അവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ കേട്ടോ. അവിടെ അല്ലാതെ വേറൊരു സിറ്റുവേഷനിൽ സ്റ്റക്കായതായിട്ട് കാണുന്നില്ല. ഓക്കെ, അത് ഉടനെ നിങ്ങളെ വന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സ്റ്റക്ക് സിറ്റുവേഷൻ. അവിടെ വന്ന് കാണണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം കേട്ടോ. ക്ലാരിഫൈ. ഇനി കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. തോട്ട്സ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്, എന്നിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നിർത്താം. ഗിവ് സം മോർ കാർഡ്സ് ഡിവൈൻ. വേറെ എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ചിന്തകളിൽ ഇന്നലെ രാത്രി എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? മൂൺ, മിസ്സിങ്, ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ. ഓക്കെ, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നൊക്കെ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മിസ്സിങ് എനർജി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അല്ലേ. അതേപോലെ 8 of Wands. 8 of Wands എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾക്ക് മെസ്സേജ്, കോള്, നിങ്ങളെ ഇൻ പേഴ്സൺ വന്ന് കാണാനും സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു കോൾ ചെയ്യണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കിങ് ഓഫ് കപ്സ്, വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെ കുറിച്ച് ഇവർ ആലോചിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. 6 of Swords, ചിലർക്കെങ്കിലും ഒരു യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു യാത്രയുടെ കാര്യം അവിടെ കാണുന്നുണ്ട്. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കും യാത്ര ചെയ്ത് പോയി കാണണം, അല്ലെങ്കിൽ ഒരു യാത്ര ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളോട് പറയണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലവേഴ്സ് കണ്ടോ, ഇങ്ങനത്തെ കാർഡ്സാണ് തോട്ട്സിൽ വരിക. പിന്നെ എന്താ ഇവർ ആക്ഷൻ എടുക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലോണം ജഗിൾ ചെയ്തിട്ട് ഇടയ്ക്കൊന്നാണ് ഞാൻ കാർഡ്സ് എടുക്കുന്നത്. കണ്ണടച്ചിട്ടാണ് കാർഡ്സ് എടുക്കുന്നത്. ഇത്രയൊക്കെ തോട്ട്സ്, സ്നേഹവും മനസ്സിൽ വെച്ചിട്ട് ഒരു ആക്ഷനും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ. ലവേഴ്സ് വെച്ചിട്ട് എന്താണ്, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, അത് തന്നെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആലോചനയിൽ ആലോചിച്ചുകൊണ്ടിരിക്കൂ, ഒന്നും ചെയ്യണ്ട അല്ലേ. അറ്റ്ലീസ്റ്റ് കോളർ മെസ്സേജ് ചെയ്യൂ കാണുന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ പേഴ്സൺ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടാണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് കോളർ മെസ്സേജ് ചെയ്യണം എന്ന് ആലോചിച്ചാൽ പോരാ, ചെയ്യൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആളെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. വീണ്ടും പേജ് ഓഫ് പെൻറ്റക്കിൾസ്, മെസ്സേജ്, കോള്, അതൊക്കെ തന്നെയാണ് വീണ്ടും വരുന്നത്. നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ എടുത്ത് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോസ് നോക്കുന്നുണ്ട്, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ കോള് മെസ്സേജ് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്നതല്ലാതെ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 2 of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇവിടെ നിങ്ങളെ കാണണം എന്ന് തന്നെയാണ്, മ്യൂച്വൽ സ്നേഹമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം, സ്നേഹം അറിയിക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു റീയൂണിയനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. 2 days മുതൽ 2 weeksനകം, 2 ദിവസം മുതൽ 2 ആഴ്ചക്കകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയുണ്ട്. ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ. മറ്റേ കാർഡ്സൊക്കെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. ക്ലാരിഫൈ ദ മൂൺ. സ്ട്രെങ്ത്, അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, തൊട്ട് താഴെ ചാരിയറ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു ഡിസ്റ്റൻസിലിരുന്ന് മിസ്സ് ചെയ്യാണ്. ക്ഷമയോടെ മാത്രമേ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ, ഓടിപ്പടച്ച് വരാൻ സാധിക്കില്ല.
അതുകൊണ്ടായിരിക്കും 2 വീക്സ് അവിടെ കാണിച്ചത് കേട്ടോ. ട്രാവൽ ചെയ്ത് വന്നാലേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ 8 ഓഫ് വാൻസ്. വരണ്ട, വിളിക്കാമല്ലോ അല്ലേ. ക്ലാരിഫൈ 8 ഓഫ് വാൻസ്. കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, വിളിച്ചാൽ മതി. ഏസ് ഓഫ് കപ്സ്. സ്നേഹം അറിയിക്കാൻ വിളിക്കണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിക്കണം, കുറച്ച് സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ദ വേൾഡ്. ദൂരെ ഇരുന്ന് ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ദൂരെ ഇരുന്ന് നിങ്ങളെ വളരെ സ്നേഹത്തോടെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. ഒരു യാത്ര ചെയ്ത് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. ദൂരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഫോണ്ടായിട്ട് സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 6 ഓഫ് സോർഡ്സ്. ക്ലാരിഫൈ 6 ഓഫ് സോർഡ്സ്. 8 ഓഫ് പെൻറ്റക്കിൾസ്. ജോലി സംബന്ധമായിട്ട് ഇവർക്ക് ദൂരെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഓൾറെഡി പോയി കാണണം. അവരുടെ ജോലി അവിടെയാണ്. ഈ പോയ സ്ഥലത്താണ് ഇവരുടെ ജോലി. അതുകൊണ്ട് തന്നെയാണ് അവിടെ ലോങ് ഡിസ്റ്റൻസ് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ കാണുന്നത്. അവർക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ ഇരുന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നു, അതാണ് അവിടെ കാര്യം. ക്ലാരിഫൈ ലവേഴ്സ്. ക്ലാരിഫൈ ലവേഴ്സ്. ക്ലാരിഫൈ ലവേഴ്സ്. പേജ് ഓഫ് കപ്സ്. വളരെ സ്നേഹത്തോടെ ഒരു മെസ്സേജ്, കോള് എല്ലാം നിങ്ങൾക്ക് ചെയ്യണമെന്ന് തന്നെയാണ്. ഇന്ന് ഒരുപാട് കോളിൻ്റെയും മെസ്സേജിൻ്റെയും കോണ്ടാക്റ്റിൻ്റെയും കാർഡ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യൂ. കോള്, മെസ്സേജ്, എന്തെങ്കിലും കോണ്ടാക്റ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് ഡിവൈൻ്റെ അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യൂ കേട്ടോ. അവരുടെ ആഗ്രഹങ്ങളിലുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അതൊന്ന് തീവ്രമായി മാനിഫെസ്റ്റ് ചെയ്യൂ. അവർ വിളിക്കും നിങ്ങളെ. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പേജ് ഓഫ് സ്വാർഡ്സ്. വീണ്ടും പേജാണ്. ഇന്ന് ഒരുപാട് പേജിൻ്റെ കാർഡ്സ്. പേജ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അതേപോലെ മെസ്സേജ്, കോള്, തമ്മിൽ കാണൽ, അങ്ങനെയൊക്കെ ഉള്ള കാർഡാണ് പേജിൻ്റെ കാർഡ്സ്. ഇന്ന് എത്ര പേജിൻ്റെ കാർഡ്സ് വന്നു അല്ലേ. മിക്കവാറും നിങ്ങളിൽ ഒരുപാട് പേർക്ക് കോളോ മെസ്സേജോ എല്ലാം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ്. ദൂരെയാണ്, ലോങ് ഡിസ്റ്റൻസ് ആണ്, പക്ഷെ നിങ്ങളെ വന്ന് കാണും. റീയൂണിയൻ ഉണ്ടാകും എന്നാണ് കാർഡ് പറയുന്നത് കേട്ടോ. റീയൂണിയനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നുണ്ട്. ദൂരെയാണെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആ 2 days to 2 weeksൻ്റെ അകത്ത് തന്നെയാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. ഓക്കെ, അവർ ട്രാവൽ ചെയ്ത് ഒരു ലീവൊക്കെ എടുത്ത് വന്ന് നിങ്ങളെ കാണും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, മെസ്സേജസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത് പോയി കണ്ടോളൂ. ഓക്കെ, പിന്നെ പഴയ മെസ്സേജസൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണം, നിങ്ങളുടെ ഫീഡിൽ എപ്പോഴാണോ മെസ്സേജസ് വരുന്നത് ആ സമയം നിങ്ങൾക്ക് ആ മെസ്സേജ് വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ, കാരണം എന്നാലേ നമ്മുടെ വീഡിയോസിന് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടുള്ളൂ. ഓക്കെ, വേറെ എന്താണ്, സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ തമ്മിലൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ലൈവ് ഉടനെ തന്നെ വരുന്നതാണ്, ഞാൻ ഡേറ്റ് പറയാം. ഓക്കെ, ഒന്ന് ക്ഷമിക്കുക, ഒരു 1-2 ദിവസം കൂടി എനിക്കൊന്ന് സമയം വേണം. ഓക്കെ, അപ്പോൾ അതുവരെ വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട്, സമാധാനമായിട്ട്, എന്താ പറയുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.